Hello, welcome back to my channel. I am Malavika. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ കേർലി ഹെയർ റൂട്ടീനെ പറ്റിയാണ് പറയുന്നത്. അത് ഭയങ്കര സിമ്പിളായിട്ട് എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ട് വാങ്ങാൻ പറ്റുന്ന പ്രോഡക്റ്റ്സ് വെച്ചാണ് ഞാൻ പറയുന്നത്. കാരണം ഇപ്പോൾ നമ്മൾ കേർലി ഹെയർ റൂട്ടീൻ നോക്കുകയാണെങ്കിൽ എപ്പോഴും കേർലി ഹെയർ പ്രോഡക്റ്റ്സ് ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും. കാരണം നമ്മൾ ഷാംപൂ, കണ്ടീഷണർ, ജെല്ല്, ക്രീം അങ്ങനെ ഒരുപാട് വരുമ്പോഴത്തേക്കും നല്ല എക്സ്പെൻസീവ് ആയിരിക്കും. അപ്പോൾ നമുക്ക് അഫോർഡബിൾ ആയിട്ട് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റ്സ് വെച്ചാണ് ഞാൻ പറയുന്നത്. ഞാനിവിടെ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ്സ് ഏതാണെന്ന് വെച്ചാൽ ബോവിൻ്റെ റെഡ് ഓണിയൻ ബ്ലാക്ക് സീഡ് ഓയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഓയിലിൻ്റെ ഷാംപൂ, അതിൻ്റെ തന്നെ കണ്ടീഷണർ, പിന്നെ ഇത് ഞാനൊരു കോംബോ പാക്കായിട്ടാണ് വാങ്ങിച്ചത്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു ഓയിലും കൂടി ഉണ്ടായിരുന്നു. പക്ഷേ ഓയിൽ ഞാൻ അധികം യൂസ് ചെയ്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും നോർമൽ നമ്മൾ പാരഷൂട്ടാണ് ഞാൻ യൂസ് ചെയ്യാറ്. അപ്പോൾ പെട്ടെന്ന് നമ്മൾ ഓയിൽ മാറ്റി കഴിയുമ്പോൾ അത് എല്ലാവർക്കും പറ്റണമെന്നില്ല. അപ്പോൾ ചിലവർക്ക് അത് ഭയങ്കരമായിട്ട് ഹെയർ ലോസ് ഉണ്ടാക്കും. അപ്പോൾ ഹെയർ ഫോളൊക്കെ പെട്ടെന്ന് വരും. അപ്പോൾ എനിക്ക് ഒട്ടും പറ്റില്ലായിരുന്നു ഇങ്ങനെ പെട്ടെന്ന് ഓയിൽ മാറ്റിയപ്പോൾ. അതുകൊണ്ടാണ് ഞാൻ ആ ഓയിൽ യൂസ് ചെയ്യാതെ പാരഷൂട്ട് തന്നെയാണ് യൂസ് ചെയ്തത്. അപ്പോൾ ഇതിന് ഈ രണ്ടും കൂടി അത്രയ്ക്ക് റേറ്റ് വരില്ല, ഒരു 750 അത്രയ്ക്ക് റേഞ്ച് വരുള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ ഒരുപാട് സൈറ്റ്സിൽ അവൈലബിൾ ആണ്, ലൈക്ക് ഫ്ലിപ്കാർട്ട്, ആമസോൺ അല്ലെങ്കിൽ ബോവിൻ്റെ തന്നെ സൈറ്റ് ഉണ്ടാവും. അപ്പോൾ അതിലെന്തും അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അത് ഏതാണ് നിങ്ങൾക്ക് കംഫർട്ടബിൾ നോക്കിയിട്ട് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. വാഷ് ചെയ്യുന്ന വീഡിയോ ഞാൻ എന്തായാലും ആഡ് ചെയ്യാം കേട്ടോ. ഫസ്റ്റ് തന്നെ നമ്മളെല്ലാം കൂടി നമ്മൾ ഫ്രണ്ടിലേക്ക് ഇട്ടിട്ട് അത് വെറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഷാമ്പു യൂസ് ചെയ്യുമ്പോൾ ഇത്തിരി ഷാമ്പു എടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ആദ്യം കുറച്ച് ഷാമ്പു വെച്ചെടുത്താൽ മതി. എന്നിട്ട് അത് നല്ലോണം വാട്ടറിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഓരോ പാർട്ടായിട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഓരോ ഭാഗം ചെയ്ത് കൊടുക്കാം. നല്ലോണം നമ്മൾ വെള്ളം ഒഴിച്ച് മുടിയുടെ ഈ ചെടകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കളയണം. എന്നിട്ടാണ് നമ്മൾ ഓരോ പാർട്ടിലും ഷാമ്പുവും വെള്ളവും കൂടി മിക്സ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ ഒരു ലിക്വിഡ് ഫോമിലാവുമല്ലോ. ആ ഒരു ഫോം നമ്മൾ ഓരോ ഹെയർ സെപ്പറേറ്റ് പാർട്ടായിട്ടുള്ളൊരു ഹെയറിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ അപ്ലൈ ചെയ്ത ഓരോ പാർട്ട് എടുത്ത് നല്ലോണം സ്ക്രഞ്ച് ചെയ്ത് കൊടുക്കാം. അതായത് നല്ലോണം സ്ക്രഞ്ച് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഓരോ പാർട്ടായിട്ട് എടുത്ത് ഓരോ പാർട്ട് സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ട് നല്ലോണം നമ്മുടെ തലയിലുണ്ടാകുന്ന എല്ലാ ഓയിലും നല്ലോണം വാഷ് ചെയ്ത് കളയണം. എന്നാൽ മാത്രമേ നമുക്ക് മര്യാദക്ക് കേൾസ് ഫോം ചെയ്യുള്ളൂ. ഇപ്പോൾ പിന്നെ ഓൾറെഡി നമ്മുടെ തലയിൽ അല്ലെങ്കിൽ മുടിയിൽ ചെട ഉണ്ടെങ്കിൽ അത് പൊട്ടിച്ചെടുക്കാതെ പയ്യെ ഈ വെള്ളം ഒഴിച്ച് ഷാമ്പു വരുന്ന ആ ഒരു ഇതിൽ നിൽക്കുമ്പോൾ തന്നെ പയ്യെ വിടിച്ച് കൊടുക്കുക. എങ്കിൽ അപ്പോൾ നമ്മുടെ മുടി പൊട്ടത്തില്ല, അല്ലെങ്കിൽ ഒരുപാട് പൊട്ടി പോകും. അങ്ങനെ നമ്മൾ കൈവച്ച് തന്നെ ഓരോ നോട്ടൊക്കെ ഊരിയെടുക്കാം. ഇനി ഞാനൊരു നീമിൻ്റെ കോമ്പാണ് യൂസ് ചെയ്യുന്നത്. അത് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് സ്കാൽപ്പ് നന്നായിട്ട് റബ്ബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ തലയിൽ എന്തെങ്കിലും ലൈക്ക് ഇച്ചിങ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡാൻഡ്രഫ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് ഇളകി അത് പോകാൻ ചാൻസ് കൂടുതലാണ്. എന്നിട്ട് നിങ്ങൾ ആ മുടിയുടെ ലെങ്ത്തോളം ഉണ്ടാകുന്ന ലൈക്ക് ചെറിയ നോട്ട്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് കളയാം. ഇനി മുടി മൊത്തം വെള്ളമൊഴിച്ച് നല്ലോണം കഴുകാം. എന്നിട്ട് സ്ക്രഞ്ച് ചെയ്യാം കേട്ടോ നല്ലോണം. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ആയിട്ട് കണ്ടീഷണർ യൂസ് ചെയ്യാണ്. ഇപ്പോൾ നമ്മൾ ഇതും അതേപോലെ തന്നെ ഓരോ പാർട്ടായിട്ടാണ് ചെയ്യേണ്ടത്. ആദ്യം നമ്മൾക്ക് ആവശ്യമുള്ള അത്രയും കണ്ടീഷണർ എടുത്തിട്ട് ഓരോ നമ്മുടെ പാർട്ടായിട്ടുള്ള മുടിയെടുത്ത് ഓരോ മുടിയിൽ നല്ലോണം തേച്ച് പിടിക്കുക. നമ്മൾ സ്കാൽപ്പിൽ കൊടുക്കരുത്, ലെങ്തിൽ മാത്രം കൊടുക്കുക. നല്ലോണം തേച്ച് ഇതായി എന്ന് മനസ്സിലായാൽ മാത്രം അത് സ്ക്രഞ്ച് ചെയ്യുക. നല്ലോണം സ്ക്രഞ്ച് ചെയ്യുമ്പോൾ ഒരു സൗണ്ട് കേൾക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ മുടി നന്നായിട്ട് മോയ്സ്ചറായി ആവുന്നുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. നല്ലോണം സ്ക്രഞ്ച് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ മാക്സിമം നിങ്ങൾ കുഞ്ഞൊന്ന് ചെയ്യണമായിരിക്കും നല്ലത്. പിന്നെ അതേപോലെ തന്നെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാം, നല്ലോണം ട്വിസ്റ്റ് ചെയ്ത്. കാരണം ഇപ്പോൾ നമ്മുടെ മുടി ആദ്യമായിട്ട് ഇങ്ങനെ കേൾസൊക്കെ നമുക്ക് ഫോം ആവാതെ കുറേ സ്ട്രെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഡാമേജ് ആയിട്ടിരിക്കുന്ന ഹെയർ ആണെങ്കിൽ ഏതാണോ നിങ്ങളുടെ പാറ്റേൺ ആയിട്ട് കേൾ ചെയ്യണമെന്ന് നോക്കാം. അതിനനുസരിച്ച് നന്നായിട്ട് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കാം. അപ്പോൾ കേൾസിന് വേഗം തന്നെ ഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ പാറ്റേൺ ഒന്ന് ജസ്റ്റ് നോക്കിയിട്ട് നന്നായിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ട്വിസ്റ്റ് ചെയ്ത് കൊടുത്ത പെയർ എടുത്ത് നല്ലോണം സ്ക്രഞ്ച് ചെയ്യാം. അപ്പോൾ പിന്നെയും നല്ലോണം ആ കേൾസിനെ ഫോം ചെയ്യാൻ പറ്റും. 10 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ആ കണ്ടീഷണർ ഒന്ന് ഇതാവാൻ വേണ്ടിയിട്ട്. കണ്ടീഷണർ ആയി കഴിയുമ്പോൾ ഒരു സോഫ്റ്റ് ആയിട്ട് ഫീൽ ചെയ്ത് കഴിയുമ്പോൾ അത് നിങ്ങൾക്ക് എന്തെങ്കിലും ഇനിയും മുടിയിൽ എന്തെങ്കിലും ചെട ഉണ്ടെങ്കിൽ അതും കളയാവുന്നതാണ് കോമ്പ് യൂസ് ചെയ്ത്. പിന്നെ നല്ലോണം കണ്ടീഷണർ കഴുകി കളയാം. ഇപ്പോൾ നിങ്ങൾക്ക് ലീവിനായിട്ട് നിങ്ങൾക്ക് ഈ കണ്ടീഷണർ തന്നെ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഹെയർ കണ്ടാൽ തന്നെ മനസ്സിലാവും, ഇത് ഞാൻ മൊത്തം എയർ ഡ്രൈ ആണ് ചെയ്യുന്നത്. ഇത് അത്യാവശ്യം നല്ല വോളിയം തോന്നിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഭയങ്കര ഡ്രൈയും അല്ല. ഭയങ്കര ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടി നിങ്ങൾ കണ്ടീഷണർ തന്നെ യൂസ് ചെയ്താൽ മതി. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടീഷണർ യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ കണ്ടീഷണർ തന്നെ നിങ്ങൾക്ക് ലീവിനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ലീവിനായിട്ട് കണ്ടീഷണർ യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഈ വോവിൻ്റെ ജെല്ല് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് വോവിൻ്റെ തന്നെയാണ്. അവർ പറയുന്നത് 99% പ്യുവർ ജെല്ലാണെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഹെയർ ജെല്ലായിട്ട് യൂസ് ചെയ്യാം.
പിന്നെ ഇതൊരു ഓപ്ഷണൽ കേസാണ്. ലൈക്ക് ഇത് വേണമെന്നുള്ളവർ മാത്രം വാങ്ങിയാൽ മതി. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കണ്ടീഷണർ തന്നെ യൂസ് ചെയ്യാം. അങ്ങനെ യൂസ് ചെയ്തെന്ന് വെച്ചാൽ നിങ്ങളുടെ ഹെയറിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അത്യാവശ്യം നല്ല വോളിയം തോന്നിക്കും. അതായത് നമ്മൾ ഭയങ്കരമായിട്ട് ഷാമ്പു യൂസ് ചെയ്ത് കഴിഞ്ഞാലും ഭയങ്കര റഫായിരിക്കും. അത്ര റഫ് ആവേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ നമ്മുടെ പ്രോഡക്റ്റ്സിൽ ഈ പ്രോഡക്റ്റ് നമ്മൾ വാങ്ങുമ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 3 times a week യൂസ് ചെയ്യാനാണ് ഷാമ്പു. പക്ഷെ നമുക്ക് അത്രയും ഒരു ആഴ്ച തന്നെ ഒരു 3 പ്രാവശ്യം യൂസ് ചെയ്യാൻ നമുക്ക് മുടിക്കത്ത് അത്ര നല്ലയിരിക്കില്ല. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യേണ്ട കാര്യമില്ല. എന്തായാലും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും യൂസ് ചെയ്യുക. ലൈക്ക് എല്ലാ ആഴ്ചയിലും ഏതെങ്കിലും ഒരു ദിവസം വയ്ക്കുക. നന്നായിട്ടൊരു ഹെയർ മാസ്ക് ഇടുക. അതിൻ്റെ കൂടെ നന്നായിട്ട് ഓയിൽ ചെയ്യുക. പിന്നെ ഷാമ്പു കണ്ടീഷണർ ഇട്ട് വാഷ് ചെയ്യുക. അങ്ങനെ നന്നായിട്ട് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഹെയറിൽ നല്ല ഡിഫറൻസ് തോന്നിക്കും. എന്ന് വെച്ചാൽ ഇതിൽ ഹെയറിൽ നമ്മൾ ഈ ഷാമ്പു കണ്ടീഷണറും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഹെയർ ലോസ് കുറയ്ക്കും എന്നാണ് പറയുന്നത്. നമ്മൾ ഈ ഷാമ്പു യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ സ്കാൽപ്പിൽ ഉണ്ടാകുന്ന ബിൽഡപ്സ് ഒക്കെ മൊത്തത്തിൽ ക്ലെൻസ് ചെയ്തിട്ട് പിന്നെ നമ്മുടെ സ്ട്രാൻഡ്സ് നല്ല ക്വാളിറ്റി, അതായത് നല്ല സ്ട്രെങ്ത് ഉള്ളതായിട്ട് ആക്കും. അങ്ങനെയാണ് നമുക്ക് ഹെയർ ഫോൾ കുറയും ചെയ്യും. അതുപോലെ തന്നെ ലോങ് ആയിട്ട് അത് വളരെയും ചെയ്യും. ഈ ഷാമ്പുവും കണ്ടീഷണർ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 1 year ആവാറായി. അപ്പോൾ എനിക്കിതുവരെ ഇങ്ങനെ സൈഡ് എഫക്റ്റ് ആയിട്ടൊന്നും തോന്നിയിട്ടില്ല. എനിക്ക് കുറച്ച് ലെങ്ത്ത് വെച്ചതായിട്ടാണ് തോന്നിയിട്ടുള്ളത് മുടിയിൽ. ലൈക്ക് നമുക്ക് കുറച്ച് നീളം വെച്ചിട്ടുണ്ട് മുടിയിൽ, അങ്ങനെ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ആർക്കെങ്കിലും കേർലി ഹെയർ പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യണം അല്ലെങ്കിൽ വാങ്ങണം എന്നുണ്ടെങ്കിൽ എന്തായാലും ഈ 2 പ്രോഡക്റ്റ്സ് വാങ്ങാവുന്നതാണ്. ഓയിൽ ഞാൻ പറയില്ല, കാരണം ഓയിൽ എല്ലാവർക്കും ചിലപ്പോൾ സ്യൂട്ട് ആവണമെന്നില്ല. അതുകൊണ്ട് ഷാമ്പും കണ്ടീഷണറും എന്തായാലും വാങ്ങാവുന്നതാണ്. അപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഏതെങ്കിലും പ്രോഡക്റ്റ്സ് ആരെങ്കിലും ലൈക്ക് വാങ്ങാനിരിക്കുകയാണെങ്കിൽ ലൈക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആക്ച്വലി നല്ലതാണ്, നിങ്ങൾക്ക് എഫക്റ്റീവായിട്ട് തോന്നും. ഞാൻ എൻ്റെ ജെന്യുവൻ ആയിട്ടുള്ള അഭിപ്രായമാണ് പറയുന്നത്. അന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഹെൽപ്ഫുൾ ആവുമെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.